ഒരു ഗ്രാമത്തിലെ കൊച്ചു വിളക്കിനെ അണയ്ക്കാൻ അഹങ്കാരത്തോടെ കാറ്റ് ആഞ്ഞു വീശി. കാറ്റ് കരുതിയത് ഒറ്റ വീശലിൽ ആ വെളിച്ചം ഇല്ലാതാക്കാം എന്നാണ്. കാറ്റ് ശക്തിയായി വീശി, പക്ഷെ വിളക്കണഞ്ഞില്ല. കാരണം ആ വെളിച്ചത്തിന് ചുറ്റും ഉടമസ്ഥൻ ഒരു ഗ്ലാസ് കവചം ഒരുക്കിയിരുന്നു. ഈ കഥ നമ്മുടെ ജീവിതത്തിൻ്റെയും ഇന്നത്തെ സുവിശേഷത്തിൻ്റെയും നേർചിത്രമാണ്. യേശു ലാസറിന് ജീവൻ നൽകിയപ്പോൾ ലോകം യേശുവിന് മരണം വിധിച്ചു. അവൻ ചെയ്ത തിന്മകൾ കണ്ടല്ല, മറിച്ച് അവൻ്റെ നന്മകൾ അധികാരികൾക്ക് താങ്ങാവുന്നതിലും അധികമായതുകൊണ്ടാണ് അവർ അവനെ ക്രൂശിക്കാൻ പദ്ധതിയിട്ടത്. ഇന്നത്തെ സുവിശേഷം നമ്മെ 2 പ്രധാന ചിന്തകളിലേക്ക് നയിക്കുന്നു. ഒന്ന്, തന്ത്രവും തിരുത്തലും. കയ്യഫാസ് ലാഭനഷ്ടങ്ങൾ കണക്കുകൂട്ടി ഒരു കൊലപാതകത്തിന് തിരക്കഥ എഴുതി. എന്നാൽ മനുഷ്യൻ തിരക്കഥ എഴുതുമ്പോൾ ദൈവം ചരിത്രം മാറ്റിയെഴുതുകയായിരുന്നു. കയ്യഫാസ് വിചാരിച്ച മരണത്തെ ദൈവം ലോകരക്ഷയ്ക്കുള്ള മഹാബലിയാക്കി മാറ്റി. 2, നിശബ്ദതയിലെ കരുത്ത്. മരണവിധി വന്നപ്പോൾ യേശു എഫ്രയീമിലെ വിജനതയിലേക്ക് മാറി. അത് ഒളിച്ചോട്ടമായിരുന്നില്ല, ദൈവത്തിൽ നിന്ന് കരുത്ത് സംഭരിക്കലായിരുന്നു. ലോകം നമുക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ പതറാതെ ദൈവത്തിങ്കിലേക്ക് പിൻവാങ്ങുക. ആ നിശബ്ദതയാണ് പിന്നീട് വലിയ വിജയമായി മാറുന്നത്. ഓർക്കുക, വെല്ലുവിളികളുടെ കാറ്റ് വീശുമ്പോഴും ഭയപ്പെടേണ്ട. ദൈവിക സംരക്ഷണമാകുന്ന ഗ്ലാസ് കവചം നമുക്കുണ്ട്. ലോകം തോൽവി വിധിക്കുമ്പോൾ ദൈവം വിജയം കരുതി വയ്ക്കുന്നു. വിശ്വസിക്കുക, ജ്വലിക്കുക.